ആരാണ് ഷൗക്കത്ത് പറയുന്നത്? ആര്യാടൻ്റെ മകനാ. ഉള്ളിപ്പം എന്താ സിനിമ ഒക്കെ എടുത്ത് നടക്കുന്നത് കേട്ടോ. പുതിയ കഴിഞ്ഞ തവണ DCC പ്രസിഡന്റ് പ്രകാശല്ലേ മത്സരിച്ചു. അതിനു മുമ്പ് അതിന് ശേഷം പുള്ളി എന്താ സാംസ്കാരിക സംഘടന എന്തൊക്കെയായിട്ട് ആണോ എനിക്കറിയില്ല. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. അല്ല അതപ്പോ നമുക്ക് ആലോചിക്കാന്ന്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരുപാട് കാലമായി. സാധാരണ മനുഷ്യരെ കല്യാണത്തിനൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇവിടെ ബാപ്പുട്ടിയുടെ കാണുന്നില്ലല്ലോ. അപ്പോൾ പുള്ളി കഥ എഴുതുകയാണെന്ന് പറയും. കഥ എഴുതുന്നതിന് പെട്ടെന്ന് പുറത്തു വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു. നേതാക്കളാണ് എന്ന് പറഞ്ഞു. താങ്കൾ ഈ പി ശശിക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് പി ജയരാജൻ അടക്കമുള്ള പല നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. താങ്കളെ ഈ ഉന്നത ശ്രേണി എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ണൂരിൽ നിന്ന് തന്നെയാണോ? നിങ്ങൾ ഒരാളെ പേര് മാത്രം പറഞ്ഞിട്ട് കൂടിക്കാഴ്ച എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ തൽക്കാലം ജയരാജേട്ടനെയും അത് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ഒരാളെയും പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ നിന്നുള്ളൊരു ബെനിഫിറ്റ് എനിക്ക് വേണ്ട. അതുകൊണ്ടൊരു ക്ഷീണം അവർക്കുണ്ടാണ്. എൻ്റെ ബെനിഫിറ്റ് പോയിക്കോട്ടെ, അവർക്ക് അതുകൊണ്ടൊരു ക്ഷീണം ഉണ്ടാവണ്ട. ഏത് നിങ്ങൾ ഏത് ജയരാജനെയാണോ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ച ആ ജയരാജനെ നിങ്ങൾ കാണുക. അല്ല, അതിൽ ആകെ കൺഫ്യൂസ്ഡ് ആണ്. എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. ആരും ഒന്നുമില്ല. തിരുവനന്തപുരത്ത് നേതാക്കളെ കാണാൻ വന്നിരുന്നല്ലോ, കൂടിക്കാഴ്ച ഉൾപ്പെടെ നടന്നില്ല നിങ്ങളല്ലേ പറയുന്നത്? യുഡിഎഫിലേക്ക് എടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല, അറിയിച്ചിട്ടില്ല. അപ്പോഴേക്കും താങ്കൾ നിലമ്പൂരിൽ പൂർണ്ണ പിന്തുണ യുഡിഎഫിനാണ് എന്ന് പറയുന്നു. പക്ഷെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു. എനിക്ക് എന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് എന്റെ കാര്യവും എന്റെ പാർട്ടിയുമായി ആലോചിച്ച് നമ്മളുടെ പാർട്ടി നിലപാടിന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ആ നിലപാടാണ് നമ്മൾ പറയുന്നത്. UDF ആണ് UDFിന്റെ നിലപാട് എന്താ പറയുക വിവരിക്കേണ്ടത്. അതിലിപ്പോൾ എനിക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ. നമ്മൾ നിരുപാധിക പിന്തുണ ജയിലിൽ നിന്ന് ഇറങ്ങിയ അന്ന് നിരുപാധിക പിന്തുണ കൊടുത്ത് ഈ പിണറായിസത്തെ കേരളത്തിൻ്റെ മണ്ണിൽ അവസാനിപ്പിക്കാൻ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. 123 സീറ്റിലാണ് അന്ന് UDF ലീഡ് ചെയ്തത് 2019. ആ 123 നിയമസഭാ മണ്ഡലം കേരളത്തിൽ UDF ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 26 തെരഞ്ഞെടുപ്പിൽ നേടുന്ന രാഷ്ട്രീയ പ്രക്രിയക്ക് അണ്ണാരക്കണ്ണനും എന്താ പറ്റുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. നിലമ്പൂരിൽ ഈ പറയുന്ന ജോയി അവിടെ നിർത്തി മത്സരിപ്പിച്ച നിങ്ങൾ എഴുതി വെച്ചോ, 30,000 തൊട്ട് 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ നിന്ന് ജോയി ജയിച്ച് കയറുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ കഴിയും. പാർട്ടിയുടെ ഭാഗമല്ല, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലാണ്. പക്ഷേ സ്ഥാനാർത്ഥിയെ താങ്കൾ തന്നെ പ്രഖ്യാപിക്കുകയാണ്. അത് നിലമ്പൂർ ഞാൻ രാജിവെച്ച ഒഴിവില്ല. അപ്പൊ അവിടെ എനിക്ക് ചെറിയൊരു സേ ഉണ്ടാവും. ഞാൻ ചോദിച്ചത് UDFിനകത്തേക്ക് ഇനി വരണമെങ്കിൽ എന്തായാലും കത്ത് കൊടുക്കണം. കാരണം മുന്നണി ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷെ മുന്നണിക്ക് ചില മര്യാദകളുണ്ടാവും. അപ്പോൾ അത് നൽകുമോ ഇനി? അത് ആദ്യമേ എനിക്ക് സ്പീക്കർ എൻ്റെ രാജി സ്വീകരിക്കണം. രാജി സ്വീകരിച്ചു കഴിഞ്ഞാലേ എനിക്ക് തൃണമൂൽ കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊരു മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, കാരണം ഇങ്ങനെ ഒരു ലീഗൽ ഇഷ്യൂ നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായും ബഹുമാനപ്പെട്ട സ്പീക്കർ രാജി സ്വീകരിച്ചു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് സ്വീകരിക്കും. മെമ്പർഷിപ്പ് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ലീഡർഷിപ്പുമായി കൂടി ആലോചിച്ചിട്ട് എന്ത് വേണമെന്നൊരു ആലോചന നടത്തും. ആ ആലോചനയിൽ കത്ത് കൊടുക്കണമെന്നാണ് തീരുമാനമെങ്കിൽ ആ കത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ UDFിന് കൊടുക്കും. കുറച്ച് പ്രയാസമായിരിക്കും. ഇനി ഞാൻ പിന്തുണച്ചാൽ തന്നെ ഒരു മിനിറ്റ് ഇനി അല്ല, അപ്പൊ ഇനി ഞാൻ പിന്തുണച്ചാൽ തന്നെ എനിക്ക് ഏതായാലും അവിടെ വോട്ടില്ല. എനിക്ക് എറണാകുളത്തിലാണ് വോട്ട് ചെയ്യേണ്ട എൻ്റെ ആളുകൾ അവിടെ ഉണ്ടല്ലോ.
അതെന്താവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിണറായിസത്തെ പരാജയപ്പെടുത്തണം. അല്ല, അദ്ദേഹം കഥ എഴുതണം. എന്തിനാ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത്? അയാൾ കഥ എഴുതുകയാണ്. പ്ലീസ്. അവിടെ യുഡിഎഫിനെ പിന്തുണച്ചില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ അവിടെ സിപിഎമ്മിന് അനുകൂലമായ സാഹചര്യം ഒരുങ്ങില്ലേ അവിടെ? അല്ല, അതൊക്കെ നമുക്ക് അപ്പാലേക്കാണ്. അല്ല, താങ്കൾ ഇനി നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതെ. TMCയുടെ ഭാഗമായി എനിക്ക് ഇനിയുള്ള പറയാം, ഒരു ഇലക്ഷനിലേക്ക് ഇനി പോകണമെങ്കിൽ നാളെ രാവിലെ തൊട്ട് ഞാൻ അതിൻ്റെ പണിക്കിറങ്ങണം. എനിക്ക് എൻ്റെ സ്ഥാനം ഉറപ്പിക്കാനാണെങ്കിൽ ഇപ്പം എൻ്റെ സ്ഥാനം കൈവിടേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ ഉദ്ദേശം ഈ 140 മണ്ഡലങ്ങളിലെ ഈ വനമേഖലയിൽ പ്രത്യേകിച്ചും ഈ 10-60 നിയമസഭാ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് 100 കണക്കിന് കർഷക സംഘങ്ങളുണ്ട് അവിടെ. SC ST വിഭാഗം, ST വിഭാഗം, ഒരുപാട് സംഘടനകളുണ്ട്. ഇവരെല്ലാം ക്രോഡീകരിക്കുന്ന ഒരു രാഷ്ട്രീയ ഓട്ടത്തിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ നിലമ്പൂർ പോയി നിൽക്കണമെങ്കിൽ 3 മാസം അതിന് ഇനി മെനക്കെടണം. സമയമല്ല ഇവിടെ. ഞാൻ ഈ പറഞ്ഞ 481 ദിവസമേ ഉള്ളത്. ഓരോ ദിവസവും വാല്യബിളാണ്. അപ്പോൾ 2019 123 UDFിനെ ഉയർത്തിക്കൊണ്ട് വരികയും 17 ഇവിടുത്തെ LDFിനെ താഴ്ത്തുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ഞാൻ വലിയ മഹാനായിട്ടല്ല പറയുന്നത്. അതേ പറഞ്ഞാൽ അണ്ണാരക്കണ്ണന് എന്താ ചെയ്യാൻ പറ്റുക? ഈ 63 മണ്ഡലം നിങ്ങളൊന്ന് പരിശോധിക്കണം. 2011, 2016, 2021 ഈ 3 നിയമസഭയെ നിങ്ങളെടുത്താൽ 63 സീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് CPMൻ്റെ കയ്യിലാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാറ്റമില്ലാതെ. ഈ 61 സീറ്റിൽ 22 സീറ്റ്, 63 സീറ്റിൽ 22 സീറ്റ് 6250 വോട്ടിന് താഴെയാണ് CPM ജയിച്ചിട്ടുള്ളത്. അതിൽ 300 വോട്ട് വരെയുണ്ട് നമ്മളെ കുറ്റിയാടി. അപ്പം അവിടെ ഒരു 5000 വോട്ട് ഈ പറയുന്ന 23 മണ്ഡലങ്ങളിൽ പുതുതായിട്ട് UDFിന് പിടിക്കാൻ കഴിഞ്ഞാൽ ആ 23 CPMൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുപോലെയുള്ള വേറെ ചില മണ്ഡലങ്ങളുണ്ട്, ഒരു 15-20 മണ്ഡലങ്ങൾ. അവിടെയൊക്കെ പ്രത്യേകമായൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി UDF പ്ലാൻ ചെയ്യാൻ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ പോയാൽ അത് കിട്ടും, ഇങ്ങനെ പോയാൽ ഇത് കിട്ടുമെന്നുള്ളത്. ഇവിടുത്തെ ഒരുപാട് സാമുദായിക സംഘടനകൾ, ചെറുകിട സാമുദായിക സംഘടനകൾ, സാമൂഹിക സംഘടനകൾ, പഞ്ചായത്ത് തലത്തിലുള്ള ചില V4 ദിസ് പഞ്ചായത്ത്, V4 എടവണ്ണ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന സാമൂഹിക സംഘടനകളുണ്ട്. ഇതൊക്കെ വലിയ ശക്തിയാണ്. ഇതൊന്നും ഇവരൊന്നും ആരും കാണാറില്ല. അപ്പോൾ ഇത്തരം സംഘടനകൾ, സോഷ്യൽ ക്ലബ്ബുകൾ, നമ്മ കർഷക സംഘടനകളോടൊപ്പം നിൽക്കുന്ന അല്ലാത്ത യൂത്തിൻ്റെ ക്ലബ്ബുകൾ, ഇവരൊക്കെ നോൺ പൊളിറ്റിക്കലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, മലയോര മേഖലയിൽ 10% ആളുകൾ വോട്ട് ചെയ്യാൻ തന്നെ പോകുന്നില്ല. എന്താ കാരണം? ആർക്ക് ചെയ്തിട്ട് എന്താ എന്ന വികാരം അവർ പ്രകടിപ്പിക്കുകയാണ്. അവരെ കണ്ട് അവരോട് സംസാരിച്ച് അവർക്കൊരു ധൈര്യം കൊടുത്ത് അവരെ ഒന്ന് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഒട്ടനവധി പണികളെടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ പോയിട്ട് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ഞാനില്ല. എങ്ങനെ നാലാമത്തെ പാർട്ടി മീൻസ് ആരാ നിങ്ങളോട് പറഞ്ഞ്? DMK ശരി അല്ല, അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ.